പാസിംഗ് ആർഗ്യുമെൻറ്റ് ടു എ ഫങ്ഷൻ. ഫങ്ഷനിലേക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്ന മെത്തേഡ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ പാരാമീറ്റേഴ്സ് എന്താണെന്ന് അറിയണം. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ വാല്യൂസ് ആണ്. ഡാറ്റ വാല്യൂസ് ദാറ്റ് ആർ പാസ്ഡ് ഫ്രം കോളിംഗ് ഫങ്ഷൻ ടു കോൾഡ് ഫങ്ഷൻ. അപ്പോൾ മെയിൻ ഫങ്ഷൻ ആണെങ്കിൽ മെയിൻ ഫങ്ഷനിൽ നിന്ന് ഏത് ഫങ്ഷനെയാണോ കോൾ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റ വാല്യൂസ്, അതാണ് എന്ത് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് തരം പാരാമീറ്റേഴ്സാണുള്ളത്, ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സും. ഇനി ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ രണ്ട് അപ്രോച്ചസ് ആണുള്ളത്. ഇത് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ അഡ്രസ്സ് എന്ന് പറയും. ഓക്കെ, കോൾ ബൈ വാല്യൂ, രണ്ടാമത്തേത് കോൾ ബൈ റെഫറൻസ് ഓർ അഡ്രസ്സ്. അതിൽ ആദ്യത്തേത് കോൾ ബൈ വാല്യൂ. കോൾ ബൈ വാല്യൂവിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ എന്താണോ, പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ ഫോർമൽ പാരാമീറ്ററിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സ് എയും ബിയും ആണെങ്കിൽ എയിലെയും ബിയിലെയും വാല്യൂ എന്താണോ അതാണ് ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആ വാല്യൂ ആണ് കോപ്പി ചെയ്യുന്നത്. ദീസ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ കോൾ ഫങ്ഷൻ. അങ്ങനെ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് കോപ്പി ചെയ്തല്ലോ, ആ ഫോർമൽ പാരാമീറ്റേഴ്സാണ് നമ്മൾ കോൾഡ് ഫങ്ഷനകത്ത് യൂസ് ചെയ്യുക. ഓക്കെ, കോൾഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്, നമ്മൾ ഏത് ഫങ്ഷനെയാണോ കോൾ ചെയ്തത് ആ ഫങ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയെന്ന് വിചാരിക്കുക. എക്സിക്യൂഷൻ സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തി എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ ഒരു കോപ്പി മാത്രമല്ലേ ഫോർമൽ പാരാമീറ്ററിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫോർമൽ പാരാമീറ്റേഴ്സിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും അതൊന്നും ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യില്ല. Okay, that means after execution, control comes back to calling function. Actual parameter value remains same. Function execution കഴിഞ്ഞ് തിരിച്ച് കോളിംഗ് ഫംഗ്ഷനിലേക്ക് വന്നാലും ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും, പഴയതുപോലെ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ ഫോർമൽ പാരാമീറ്ററിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും അതൊന്നും ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂവിനെ ബാധിക്കില്ല. ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂ സെയിം പഴയതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇവിടെ നമ്മൾ സ്വാപ്പ് എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ സ്വാപ്പ് എന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. രണ്ട് ഡാറ്റ ടൈപ്പ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തായിരിക്കും, ഇൻറ്റിജർ ടൈപ്പാണ് അല്ലേ. രണ്ട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അത് രണ്ടും എന്താണ്, ഇൻറ്റിജർ ടൈപ്പാണ്. അതുകൊണ്ടാണ് അവിടെ ഡിക്ലറേഷൻ്റെ അകത്ത് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ മെയിൻ സ്റ്റാർട്ട് ചെയ്തു. മെയിനകത്ത് രണ്ട് വേരിയബിൾസ് num1ഉം num2ഉം. num1 10 ആണ്, num2 20 ആയിട്ടും കൊടുത്തിട്ടുണ്ട്. രണ്ടും എന്താണ്, ഇൻറ്റീജറാണ്. ദെൻ പ്രിൻ്റഫിനകത്ത് നമ്മൾ കൊടുത്ത ആ വാല്യൂസ് സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂസ് num1ൽ 10 ആണെന്നും num2നകത്ത് 20 ആണെന്നും പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് വരും ഈ ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫംഗ്ഷനെ കോൾ ചെയ്യാണ്, സ്വാപ്പ് ഫംഗ്ഷനെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. സ്വാപ്പ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നേരെ എങ്ങോട്ട് പോവും, ഇങ്ങോട്ട് എക്സിക്യൂഷൻ വരും അല്ലേ. എക്സിക്യൂഷൻ പിന്നെ ഇവിടെ നിന്നാണ് തുടങ്ങുക, ഫംഗ്ഷൻ ഡെഫിനീഷനാണ്. ഫംഗ്ഷൻ ഡെഫിനീഷനകത്ത് എന്താ ചെയ്യുന്നത്, സ്വാപ്പ് ചെയ്യാണ്. സ്വാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാണ്. num1ലുള്ള വാല്യൂ 10 ആണ്, num2ലുള്ള വാല്യൂ 20 ആണ്. അത് num1നും num2നും പകരം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എയും ബിയും ആണ്. അപ്പോൾ num1ലെ വാല്യൂ വരുന്നത് എയിലേക്ക്. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫോർമൽ ആക്ച്വൽ പാരാമീറ്ററിനകത്തുള്ള വാല്യൂ, ആ വാല്യൂവിൻ്റെ ഒരു കോപ്പിയാണ് എന്ത് ചെയ്യുന്നത്, ഫോർമൽ പാരാമീറ്ററിലേക്ക് വരുന്നത് അല്ലേ. ഇവിടെ num1ഉം num2 എന്താണ്, ആക്ച്വൽ പാരാമീറ്റേഴ്സാണ്. എയും ബിയും എന്താണ്, ഫോർമൽ പാരാമീറ്റേഴ്സുമാണ്. ഓക്കെ, ഇതാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഇതാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ഫോർമൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ num1ലുള്ള വാല്യൂ 10ൻ്റെ ഒരു കോപ്പിയാണ് എയിലേക്ക് വരുന്നത്, num2ലുള്ള വാല്യൂ 20യുടെ ഒരു കോപ്പിയാണ് ബിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്, 3 വേരിയബിൾസ് ടെമ്പ്
എ ബി അല്ലേ, 3 വാരിയബിൾസ്. അപ്പോൾ ടെമ്പിലേക്ക് എയിലെ വാല്യൂ ആദ്യം എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ നോർമലി സ്വാപ്പ് ചെയ്യുക. അതായത് ടെമ്പ് എന്നൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യും. അതുപോലെ എ ബി, എക്കകത്ത് എന്താ വാല്യൂ 10 ആണ്, ബിക്കകത്ത് 20 ആണ്. അപ്പോൾ സ്വാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, ടെമ്പ് ഈക്വൽ ടു എ, ടെമ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എയിലെ വാല്യൂ കൊടുക്കുന്നു. എയിലെന്താണ്, എയിൽ 10 ആണ്, ആ വാല്യൂ ടെമ്പിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ദെൻ എ ഈക്വൽ ടു ബി, എയിലേക്ക് ബിയിലെ വാല്യൂയും കൊടുക്കുന്നു. ബിയിലെ വാല്യൂ എന്താണ്, 20 ആണ്, 20. ദെൻ ലാസ്റ്റ് ബി ഈക്വൽ ടു ടെമ്പ്, ബിയിലേക്ക് ടെമ്പിലെ വാല്യൂ കൊടുക്കുന്നു. ടെമ്പിലെ വാല്യൂ എന്താണ്, 10, അത് ബിയിലേക്ക് കൊടുക്കുക, 10. ഇപ്പോൾ കണ്ടോ, എക്സ്ചേഞ്ച് ആയില്ലേ, എയിൽ 20 ആയി, ബിയിൽ 10 ആയി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടെമ്പററി വാരിയബിൾ ടെമ്പ് ഡിക്ലെയർ ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോർമലി സ്വാപ്പ് ചെയ്യുക. ആ 3 സ്റ്റെപ്സാണ്, അത് ശ്രദ്ധിച്ചാൽ മതി. ടെമ്പ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി ആൻഡ് ബി ഈക്വൽ ടു ടെമ്പ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്വാപ്പ് ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാപ്പിംഗ് നടക്കുന്നുണ്ട്, വാല്യൂസ് തമ്മിൽ എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ മെയിൻ ഫംഗ്ഷനകത്ത് ഈ ഒരു സ്വാപ്പിംഗ് കഴിഞ്ഞ ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടാണ് പോവുക, ഇത് കഴിഞ്ഞാൽ നേരെ പിന്നെ പോവുക ഈ പ്രിൻ്റ് എഫിലേക്കാണ്. പ്രിൻ്റ് എഫ് ആഫ്റ്റർ സ്വാപ്പിന് ശേഷം എന്താണ്, നമ്പർ 1 എത്രയാണ്, നമ്പർ 2 എത്രയാണെന്ന് പ്രിൻ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ സ്വാപ്പ് ഫംഗ്ഷനകത്ത് പറഞ്ഞ ചേഞ്ചസ് വരുത്തി സ്വാപ്പ് ചെയ്ത വാല്യൂസ് ഒരിക്കലും മെയിൻ ഫംഗ്ഷനിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഇപ്പോഴും എന്താണ്, നമ്പർ 1-ൽ 10ഉം നമ്പർ 2-ൽ 20ഉം തന്നെയാണ്. അതൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ പ്രിൻ്റ് എഫ് പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, നമ്പർ 1-നകത്ത് 10ഉം നമ്പർ 2-നകത്ത് 20ഉം തന്നെ വരും. നമ്പർ 1-നകത്ത് 10, നമ്പർ 2-നകത്ത് 20ഉം തന്നെ പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ, ദെൻ ഗെറ്റ് CHF പ്രോഗ്രാം അവസാനിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ഫോർമൽ പാരാമീറ്റേഴ്സിൽ വരുത്തിയ ചേഞ്ചസ് ഒന്നും ഒരിക്കലും ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കോൾ ബൈ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, കോൾ ബൈ വാല്യൂ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് വരിക. ബിഫോർ സ്വാപ്പ് എന്താണ് നമ്മൾ കൊടുത്ത അതേ വാല്യൂസ് തന്നെ, ആഫ്റ്റർ സ്വാപ്പും അതേ വാല്യൂസ് തന്നെയാണ് വരുന്നത്. നമ്പർ 1-ൽ 10ഉം നമ്പർ 2-ൽ 20ഉം ആണ് വരുന്നത്. ബിഫോറും ആഫ്റ്ററും അത് തന്നെയാണ്. ആക്ച്വൽ പാരാമീറ്റേഴ്സിന് ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ഫോർമൽ പാരാമീറ്റേഴ്സിന് നമ്മൾ സ്വാപ്പ് ചെയ്തെങ്കിലും എന്താണ്, അത് ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ എക്സ്പ്ലനേഷനാണ്. നമ്പർ 1ഉം നമ്പർ 2ഉം ആ 2 വാരിയബിൾസാണ് അവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. അതുപോലെ എയും ബിയും ആണ് എന്ത്, ഫോർമൽ പാരാമീറ്റേഴ്സ്. നമ്പർ 1-ൻ്റെ വാല്യൂ എയിലേക്കും നമ്പർ 2-ൻ്റെ വാല്യൂ ബിയിലേക്കുമാണ് കോപ്പി ചെയ്തത്. എയിലും ബിയിലും വരുത്തിയ ചേഞ്ചസ് ഒരിക്കലും നമ്പർ 1-ലും നമ്പർ 2-ലും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത്. അത് ആ എക്സാമ്പിളിൻ്റെ എക്സ്പ്ലനേഷനാണ്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ്, അതായത് ആക്ച്വൽ പാരാമീറ്ററിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് ഫോർമൽ പാരാമീറ്ററിലേക്ക് കോപ്പി ചെയ്യുന്നത്. നമ്മൾ കോൾ ബൈ വാല്യൂ ആകുമ്പോൾ അവിടെ എന്താ ചെയ്തത്, ആക്ച്വൽ പാരാമീറ്ററിലെ വാല്യൂ ആണ് ഫോർമൽ പാരാമീറ്ററിലേക്ക് കോപ്പി ചെയ്തത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ആക്ച്വൽ പാരാമീറ്ററിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് ഫോർമൽ പാരാമീറ്ററിലേക്ക് കോപ്പി ചെയ്ത്. അഡ്രസ്സാണ് കോപ്പി ചെയ്യുന്നത്, വാല്യൂ അല്ല. ഓക്കെ, അഡ്രസ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. കോൾ ബൈ വാല്യൂവിൽ വാല്യൂവിനാണ് ഇമ്പോർട്ടൻസ്. വാല്യൂ ആണ് കോപ്പി ചെയ്യുന്നത്, ഇവിടെ അഡ്രസ്സാണ് കോപ്പി ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ് രണ്ടും തമ്മിൽ. ഓക്കെ, ഈ അഡ്രസ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആക്ച്വൽ പാരാമീറ്ററിൻ്റെ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഓഫ് പാരാമീറ്റർ പാസിംഗ് ഫോർമൽ പാരാമീറ്റേഴ്സ് മസ്റ്റ് ബി പോയിൻ്റർ വാരിയബിൾ. അപ്പോൾ നമ്മളിവിടെ ഫോർമൽ പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, പോയിൻ്റർ വാരിയബിൾസ് ആണ്. പോയിൻ്റർ വാരിയബിൾ എന്ന് പറയുമ്പോൾ അഡ്രസ്സിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റർ വാരിയബിൾസ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ ഇനി പോയിൻ്റേഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ
നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ആക്ച്വൽ പാരാമീറ്ററിൻ്റെ അഡ്രസ്സാണ് കോൾഡ് ഫംഗ്ഷനിലേക്ക് ഫോർമൽ പാരാമീറ്ററായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? ഫോർമൽ പാരാമീറ്റേഴ്സ് പോയിൻ്റർ ആയിട്ടാണ് അവിടെ റിസീവ് ചെയ്യുന്നത്. നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, കോൾഡ് ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുമ്പോൾ അതെന്താ ചെയ്യുന്നത്? മെമ്മറി ലൊക്കേഷനാണ് ആക്സസ് ചെയ്യുന്നത്. ഏതിൻ്റെ? ആക്ച്വൽ പാരാമീറ്ററിൻ്റെ. ആക്ച്വൽ പാരാമീറ്ററിൻ്റെ മെമ്മറി ലൊക്കേഷനാണ് ആക്സസ് ചെയ്യുക. അല്ലാതെ അതിൽ വാല്യൂ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം മെമ്മറി ലൊക്കേഷനാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർമൽ പാരാമീറ്ററിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും എന്ത് ചെയ്യും? ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നമ്മൾ അതേ ഫംഗ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്വാപ്പ് ഡിക്ലറേഷനിൽ വെറും ഇൻ്റ് അല്ല കൊടുക്കുക, കോൾ ബൈ റെഫറൻസ് ആയ കാരണം ഇൻ്റ് സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, റെഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ കൊടുക്കും. അതുപോലെ num1 10, num2 20 കൊടുത്തു. ദെൻ ബിഫോർ സ്വാപ്പ് num1 10 ആണെന്നും num2 20 ആണെന്നും പ്രിൻ്റ് ചെയ്യും. ദെൻ സ്വാപ്പിനെ കോൾ ചെയ്യാണ്. സ്വാപ്പ് ഫംഗ്ഷനെ കോൾ ചെയ്തു, ഫംഗ്ഷൻ കോള്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. num1 10 ആണെന്നും num2 20 ആണ്. ഓക്കെ, 10ൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിച്ചോളൂ. num1ൻ്റെ അഡ്രസ്സ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ 20യുടെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 200 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഈ അഡ്രസ്സിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, 100ഉം 200ഉം ആണ് അപ്പോൾ മെമ്മറി ലൊക്കേഷൻ. ദെൻ ഫംഗ്ഷൻ കോൾ ചെയ്തു. സാപ്പ് ആംബ്രസൻഡ് num1, num2. എന്താണ് ആംബ്രസൻഡ് കൊടുക്കാൻ എന്താ കാരണം? അഡ്രസ്സ് ഓപ്പറേറ്റർ ആണ് അല്ലേ, അതായത് അഡ്രസ്സ് കിട്ടണം. അപ്പോൾ ആംബ്രസൻഡ് num1, ആംബ്രസൻഡ് num2. ഓക്കെ, അത് നേരെ ഇങ്ങോട്ട് പോവാം. ഫംഗ്ഷൻ കോൾ കണ്ട ഫംഗ്ഷൻ ഡെഫിനിഷൻ വോയിഡ് സ്വാപ്പ് ഓഫ് ഇൻറ്റ് സ്റ്റാർ എ ഇൻറ്റ് സ്റ്റാർ ബി. അതെന്താണ്? പോയിൻ്റർ വാരിയബിൾസ് ആണ്. സ്റ്റാർ എയും സ്റ്റാർ ബിയും എന്താണ്? പോയിൻ്റർ വാരിയബിൾസ് ആണ്. ഓക്കെ, അതിനകത്ത് ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ 3 വാരിയബിൾസ് പറഞ്ഞു. ടെമ്പ്, ആദ്യം ടെമ്പ് ഡിക്ലെയർ ചെയ്തു. ദെൻ എ ബി, എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ. ഇൻറ്റ് ടെമ്പ് ഈക്വൽ ടു സ്റ്റാർ എ. ടെമ്പ് ഈക്വൽ ടു സ്റ്റാർ എ. സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ നമുക്ക് വേണ്ടത് എ ഇൻറ്റ് സ്റ്റാർ എ ഇൻറ്റ് സ്റ്റാർ ബി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് എ പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ, എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സ്റ്റാർ എ എന്ന് കൊടുക്കണം അല്ലേ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ, വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് എ പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ. എ ഏതിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്? num1ലേക്ക്. ബി പോയിൻ്റ് ചെയ്യുന്ന ഏതിലേക്കാണ്? num2ലേക്ക്. അപ്പോൾ എ പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ അല്ല അതിനകത്തുള്ളത്. എന്താണ്? മെമ്മറി ലൊക്കേഷനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ടെമ്പ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കും? എ പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ആണ് വേണ്ടത്. സോ സ്റ്റാർ എ എന്ന് കൊടുക്കണം അല്ലേ. അതുപോലെ സ്റ്റാർ എയിലേക്ക് ഏത് കോപ്പി ചെയ്യണം? സ്റ്റാർ എ ഈക്വൽ ടു സ്റ്റാർ ബി. സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്? എ പോയിൻ്റ് ചെയ്യുന്നത് num1ലേക്ക് അല്ലേ. num1 എ പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ആണ് വേണ്ടത്. എ പോയിൻ്റ് ചെയ്യുന്നത് 100ലേക്ക്. സോ സ്റ്റാർ 100 അല്ലേ. അതിലെ വാല്യൂയിലേക്ക് ഏതാണ് അസൈൻ ചെയ്യുന്നത്? സ്റ്റാർ ബി. ബി പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ num2ലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 200. num2ൻ്റെ അഡ്രസ്സ് ഏതാണ്? 200. സ്റ്റാർ 200 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ 100-നകത്ത് ഏതാ വാല്യൂ ഉള്ളത്? 10 ആണ്. 100-നകത്ത് ഏതാ വാല്യൂ ഉള്ളത്? 10 ആണ്. 200-നകത്തുള്ള വാല്യൂ ഏതാണ്? 20 ആണ്. അപ്പോൾ 100-നകത്തേക്ക് നമ്മൾ ഏത് കൊടുക്കുക? 100-നകത്തേക്ക് 20 കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചേഞ്ച് വരുത്തണം. 100-നകത്തേക്ക് 200-ലെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അതായത് 20. 100-നകത്തേക്ക് 200-ലെ വാല്യൂ കൊടുത്തു. ദെൻ സ്റ്റാർ ബി ഈക്വൽ ടു ടെമ്പ്. സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പോൾ 200-നകത്തേക്ക് ടെമ്പിലെ വാല്യൂ. 200-നകത്തേക്ക് ടെമ്പിലെ വാല്യൂ. 200-നകത്ത് എന്താ വാല്യൂ ഉള്ളത്? ടെമ്പിലെ വാല്യൂ.
ടെമ്പിലെ വാല്യൂ എന്താണ് സ്റ്റാർ എ, അതായത് 100ലെ വാല്യൂ. 100ൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? 10 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 200ലേക്ക് കൊടുക്കുക. ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്തിനാണ്? ഈ സ്റ്റാർ ഓപ്പറേറ്ററിനാണ്. ഇപ്പോൾ സ്റ്റാർ എ ഈക്വൽ ടു സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ എന്താണ് വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ സ്റ്റാർ 100 ഈക്വൽ ടു സ്റ്റാർ 200. 100 എന്ന ലൊക്കേഷനിലെ വാല്യൂ എന്തായിരുന്നോ അതെന്താണ് ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. സ്റ്റാർ 200ലെ വാല്യൂ വെച്ചിട്ട്, അതായത് സ്റ്റാർ 200ൽ 20 ആയിരുന്നു ആ വാല്യൂ, 100 എന്ന ലൊക്കേഷനിലേക്ക് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അതാണ് പോയിൻ്റർ വാല്യൂ വെച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡെഫിനേഷൻ കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോവും? പ്രിൻ്റ് എഫിലേക്ക് പോവും. പ്രിൻ്റ് എഫ് ആഫ്റ്റർ സ്വാപ്പ് num1 ഈക്വൽ ടു %d num2 ഈക്വൽ ടു %d. num1ൽ എന്ത് വരും? num1ലെ വാല്യൂ, അതായത് num1ൽ ഇപ്പോൾ എന്താ വാല്യൂ ഉള്ളത്? 20 നമ്മൾ സ്വാപ്പ് ചെയ്തു അല്ലേ? num2ൽ എന്താ വാല്യൂ ഉള്ളത്? 10. അപ്പോൾ ഫോർമൽ പാരാമീറ്ററിൽ വരുത്തിയ ചേഞ്ചസ് എവിടെ അഫക്റ്റ് ചെയ്തു? ആക്ച്വൽ പാരാമീറ്ററിൽ അഫക്റ്റ് ചെയ്തു. കാരണം ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? അഡ്രസ്സാണ്. അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്, ഒരിക്കലും വാല്യൂ അല്ല കോപ്പി ചെയ്യുന്നത്. ഇൻറ്റ് സ്റ്റാർ എ എന്ന് പറയുമ്പോൾ അവിടേക്ക് വരുന്നത് എന്താണ്? num1ലെ വാല്യൂ 10 അല്ല വരുന്നത്, 10ൻ്റെ അഡ്രസ്സാണ് അല്ലേ? എന്താണ് അഡ്രസ്സ്? 100. അപ്പോൾ സ്റ്റാർ എ എന്ന് പറയുമ്പോൾ അവിടെ എയിൽ സ്റ്റോർ ആവുന്നത് എന്താണ്? 100 ആണ് സ്റ്റോർ ആവുന്നത്. അതുപോലെ ബിയിൽ സ്റ്റോർ ആവുന്നത് എന്താണ്? 200 ആണ്. ഓക്കെ, അതാണ് ഇപ്പോൾ കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ട് വരും. അതായത് ബിഫോർ സ്വാപ്പ് num1 ഈക്വൽ ടു 10, num2 ഈക്വൽ ടു 20. ആഫ്റ്റർ സ്വാപ്പ് എന്ത് ചെയ്യും? അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടും വരും. ആ എക്സാമ്പിളിൻ്റെ ഡെഫിനിഷനാണ് ഇത്. ദെൻ ആക്ച്വൽ പാരാമീറ്റർ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് വാരിയബിൾ, കോൾ ബൈ വാല്യൂവിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വാരിയബിൾ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അതായത് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൽ കൊടുക്കുന്ന വാല്യൂ എന്താണോ അതാണ് എന്ത് ചെയ്യുന്നത്? ഫോർമലിലേക്ക് കോപ്പി ചെയ്യുന്നത്. എന്നാൽ കോൾ ബൈ റെഫറൻസിൽ എങ്ങനെയാണ്? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായാലും എന്തായിരിക്കും? വാരിയബിൾ ആയിരിക്കും, ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് വരില്ല. അതായത് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? അഡ്രസ്സാണ് അല്ലേ? അഡ്രസ് ഓപ്പറേറ്ററാണ് കൊടുക്കുന്നത് ഫോർമലിലേക്ക്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അതേപോലെ കൊടുക്കുന്നില്ല. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിന് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് കൊടുക്കുന്നത് എന്താണ്? വാല്യൂ ആണ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് വാല്യൂ ആണ് കൊടുക്കുന്നത്. എന്നാൽ കോൾ ബൈ റെഫറൻസിലാണെങ്കിൽ എന്താണ്? ആക്ച്വൽ ആർഗ്യുമെൻറ്റ് റെഫറൻസ് ആണ് കൊടുക്കുന്നത്, അതായത് പോയിൻ്റർ വാരിയബിൾസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും അതൊന്നും ആക്ച്വൽ ആർഗ്യുമെൻറ്റിലേക്ക് അഫക്റ്റ് ചെയ്യില്ല. ദെൻ കോൾ ബൈ റെഫറൻസ് ആണെങ്കിലോ നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അതെന്ത് ചെയ്യും? ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെയും എഫക്റ്റ് ചെയ്യും.